ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുഗുണൻ ഗെയിമിങ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മൾ പരിപാടി എന്താ ശേഷം ഗൈസ്, നമുക്കൊന്ന് കുറച്ചധികം പണിയുണ്ട്. നമുക്ക് ഇച്ചിരി മരം വേണം. നമ്മുടെ സെവറഞ്ച് ആക്സ് ഉണ്ടാക്കണം. കുറേ ഇത് വേണം, എന്താ മെറ്റൽ സ്ക്രാപ്പ്. പിന്നെ അതുകൊണ്ട് നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കണം. പിന്നെ ബോ ഉണ്ടാക്കണം. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി, ബോൺ ഫയർ, പിന്നെ ഫീഡറ്, പിന്നെ കാർപ്പൻ്റർ ടേബിൾ ഉണ്ടാക്കി. ഇന്നിപ്പോൾ നമുക്ക് പ്ലാങ്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇവർ പറഞ്ഞേക്കണേ എക്യുപ്മെൻറ്റ് ബെഞ്ച്, ഈ സാധനം ലെവൽ കൂട്ടാൻ 7 ഫിസിക്കൽ എസൻസ് അത് ഞാൻ കൊടുത്തു. എൻ്റെ ഉണ്ട് വുഡൻ പ്ലാങ്ക് 2 ഞാൻ കൊടുത്തു. ക്ലോത്ത് 7 വെച്ചു. ഒരു സ്റ്റോണാണ്, അതെവിടെ കിട്ടാമെന്ന് എനിക്കറിയാം. പിക്കാക്സ് ഇല്ല. പിന്നെ ക്ലോത്തും പ്ലാങ്കിനും വുഡില്ല, നോക്കണ്ട. വുഡ് നമുക്ക് നല്ലോണം കുറേ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് കള്ളടി പിക്കാക്സ് ഉണ്ടാക്കാൻ ക്ലോത്തിന് ഫൈബർ വേണം. പിക്കാക്സിന് 4 10 3 11 വുഡും 6 മെറ്റൽ സ്ക്രാപ്പ്, അല്ല 10 യൂണിവേഴ്സൽ ബോക്സിലല്ലോ. എർത്ത് എസൻസ് അടത്തിലുണ്ടോ 2 വുഡ്, അല്ലാതെ അവിടെ ഇരിക്കട്ടെ. ഇരിക്കട്ടെ. ഹീലിംഗ് ഹെർബ് അത് നമ്മുടെ കയ്യിലിരുന്നോട്ടെ. ഇതുണ്ടാക്കാനോ ബാഗ് പൊട്ടി നോക്കട്ടെ. ബാഗും പൊട്ടി. നമുക്കിത് ഉണ്ടാക്കണമെങ്കിൽ ബാഗ് കുഴപ്പമില്ല, പോയി കിട്ടണം. 11 19 മരം, 22 മെറ്റൽ സ്ക്രാപ്പും വേണം. ആദ്യം നമുക്ക് എവിടുന്ന് ഒരു ചുള്ളിക്കമ്പ് കണ്ടുപിടിക്കണം. മരമട്ട നമ്മുടെ കയ്യിൽ ആക്സ് ഇല്ല. നമുക്ക് ചുള്ളിക്കമ്പ് കിട്ടണമെങ്കിൽ നല്ല സ്ഥലം കൂടെയാണ്. ഇവിടെ അത്യാവശ്യം ചുള്ളിക്കമ്പ് ഇട്ട് എനിക്കറിയാം. അതൊക്കെ അത് നമുക്ക് ഇവിടെ പോയി ഒരു ചുള്ളിക്കമ്പെടുത്ത് ആക്സ് ഉണ്ടാക്കി, ആക്സ് കൊണ്ട് വെട്ടി പിക്കാക്സ് ഉണ്ടാക്കി, പിന്നെ അതുകൊണ്ട് വീണ്ടും വെട്ടി സ്ക്രാപ്പ് കിട്ടാണ്. സ്ക്രാപ്പും ഇവിടെ അത്യാവശ്യം നല്ലോണം കിട്ടും. ഫൈബറും ഇവിടെ നല്ലോണമൊക്കെ കിട്ടും. നമുക്ക് ഇവിടെ തന്നെ എല്ലാം കിട്ടി. തിരിച്ച് പോകുന്നു, നമ്മൾ ആക്സ് ഉണ്ടാക്കുന്നു, തിരിച്ച് വരുന്നു, വെട്ടുന്നു. മരം നല്ലോണം സ്ഥലം എനിക്കറിയാം. മരം നല്ലോണം കിട്ടുന്ന സ്ഥലം എനിക്കറിയാം. ലോഡിങ് എന്തൊരു പെട്ടുപിടല്ലേ. ഇതിലധികം ഇടാൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മളുള്ള ബെറി നമുക്ക് ആണെങ്കിൽ 5 കൊടുത്ത് ബെറി ഡ്രിങ്ക് ആക്കിയിട്ട് നമ്മുടെ ഫീഡ് കൊണ്ടുവന്നിട്ട് നമ്മുടെ പെറ്റ്സിന് തിന്നാനാക്കി. ഇതെല്ലാം നമുക്ക് അതാണ് ബ്ലൈസിനെ കുറച്ച് പുതിയ പാൽസിനെ പിടിച്ചു ഗൈസ്. ടിങ്കിള്, ഒഗ്ലി പഫ്, ഡെൻവി, കൊറാപ്പില, എംബർ പ്ലഫ് ഞാൻ 2 ഓണത്തിനും കൂടി ഞാൻ പിടിച്ചു. ഇതാണ് പുതിയ പിടിച്ച 20. ഫീമെയിലാണേലും പവർ 20 ഉണ്ട്. മെയിലിന് അത്ര 17 ഉള്ളൂ. പിന്നെ 28 അത്ര 20. പിന്നെ ഇതിനാണ് പിന്നെ ഞാൻ പുതിയ പിടിച്ചത്. പാപ്പിന് ഒരു പവറും ഇല്ല, കല്ല് പോലെ. ഇവനുണ്ടല്ലോ നമുക്ക് പിടിക്കാൻ സുഖാടാ. ഇവൻ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് അടിച്ചാൽ മാത്രം മതി. അവൻ തിരിച്ച് നമ്മളൊന്നും ചെയ്യില്ലണ്ടോ. ഇറക്കി വിട്ടാലും അവനവിടെ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ആരും അടിക്കാനൊന്നും പോവില്ല. നമ്മളടിച്ചാൽ ഞാൻ തിരിച്ചടിക്കത്തുമില്ല. സ്പിരിറ്റ് ഞാൻ പിടിക്കാൻ പറ്റും. പിടിച്ചതാകട്ടെ. ഞാനിപ്പോൾ നമുക്ക് ഇതുണ്ടാക്കണല്ലേ.
ഓ 6 സ്ക്രാപ്പടാ, അതിൻ്റെ കാര്യം പറഞ്ഞു. സ്ക്രാപ്പ് എവിടെയായിരുന്നു കിട്ടുക? ഇവിടെ സ്ക്രാപ്പ് കിട്ടും, ബട്ട് അതിന് മറ്റേ ഇത് വേണടാ. ഇവിടെ തന്നെ കിട്ടും. ഇവിടെ ഫിസിക്കൽ പാൽസിന് കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഫിസിക്കൽ ആൻഡ് വാട്ടർ, ഇവിടെ ഫിസിക്കൽ ആൻഡ് എർത്ത് ആൻഡ് ഫയർ. ഇവിടെ എന്തൊക്കെയാ? ഫയർ ആൻഡ് എർത്ത്. ഇവിടെ ഫയർ, വാട്ടർ, എർത്ത്, എർത്ത്. സ്ക്രാപ്പ്. അയ്യോ, സ്ക്രാപ്പ് എല്ലാം കിട്ടണേ. അവിടെ കുത്തിരിക്കണ മാത്രമല്ല, അല്ലാതെ അവിടെ കുറേ സ്പോൺ അവിടെ മറ്റു സ്ഥലത്ത്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ റെക്കോർഡ് ചെയ്യല്ലേ, ചുമ്മാ. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിബർ സ്യൂട്ടും ബൂട്ട്സും ഉണ്ടാക്കാൻ. അതിനടുത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, എന്താണ് ആ സ്യൂട്ട്? സ്യൂട്ടിൻ്റെ അത്രയ്ക്ക് പണിയൊന്നുമില്ല. ഈ സാധനം 3 എണ്ണവും ഇത് ക്ലോത്ത് 6 എണ്ണവും. കുഴപ്പമില്ല. ബൂട്ടിനകം ക്ലോത്ത് 3, ഇത് 2. ഓക്കെ, അതൊന്നും സീനല്ല. എന്താ റീച്ച് 10 ലെവലോ? റീച്ച് 10 ലെവൽ ഇപ്പോൾ ഇവിടെ എക്സ്പീരിയൻ നോക്കാം. എന്തായാലും ഇന്ന് മറ്റേ 11 പിടിക്കണം ഗൈസ്. ആർക്കാരും ഇവിടെ മറ്റേ ലേഡി കല്ലും കൊണ്ടൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്തത് തന്നെ. എർത്ത് പാലി അത് നമുക്കിത് പിടിച്ചാൽ പറ്റണേ. ഇപ്പം നമുക്ക് അതിനെ പിടിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ ആകെ 6 സ്പിയർ ഉണ്ട്, അതൊക്കെ. പക്ഷെ നമ്മുടെ മിക്കിനുണ്ട്. നമ്മുടെ ബോ പൊട്ടി, പിക്കാക്സ് പൊട്ടി, എംബർ ഫുൾ ഓഫ് 2. ഇതേപോലെ ഇങ്ങനെ കുറേ കല്ലൊക്കെ ആയിരിക്കാം. നമ്മുടെ പാബ്ലോ 4, 5, 6 കിട്ടണ അത്ര അങ്ങോട്ട് പറക്കിയിട്ട്. മ്യൂക്കിൻ, no, don't touch me. Oh no, മ്യൂക്കിൻ. നമ്പർ 4. ഇവിടെ മറ്റേ ആളാര് ഓടാ ബേറുള്ള. ഞാൻ പറഞ്ഞ മറ്റേ ആള് ഇപ്പം പിടിക്കാൻ പറ്റുന്ന നിലയിലല്ല. നമ്മൾക്ക് ബോയും ആക്സും പിക്കാക്സും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇറക്കിക്കോ. പെറ്റിനിറക്കിയിട്ട് നമുക്ക് ഓടാം. പിന്നെ പോകട്ടെ. പേറുള്ളല്ലേ പേറുള്ളന്നെ എടുത്തിട്ട് കൊടുക്കോ. ഭ്രാന്തൻ നോക്കിക്ക. മ്യൂക്കിനപ്പുറത്താണ്. മല്ലടാ മ്യൂക്കിൻ്റെ ഞാൻ പാവാടാ. എന്നൊന്നും ചെയ്യലടാ. പേർവിളിനെ അങ്ങോട്ട് പിടിച്ചാലോ.
അടുത്ത് ഫുൾ ബോഡി ഗാർഡ്സ് ആണ്, 4 എണ്ണം. ഒരു മ്യൂക്കിന്, പിന്നെ ഒരു എംബർ ഫ്ലഫ്, ഇവിടെ ഒരു 2 എംബർ ഫ്ലഫും ഒരു മ്യൂക്കിനും പിന്നെ ബോഡി ഗാർഡും. മ്യൂക്കിൻ്റെ വായി കയറി ചെല്ലണം. ഇനി നമുക്ക് ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മരം പോയി വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പിക്കാക്സ് ഉണ്ടാക്കാം, ബോയും ഉണ്ടാക്കാം. അല്ല അതിന് ഗൈസ് ഒരു മിനിറ്റ് സാർ, അമ്മയ്ക്ക് ചെറിയ കോൾ വന്നാണ്. അമ്മേൻ്റെ ഫോൺ ഇവിടെ ഇരുന്നത് അതുകൊണ്ടായിരുന്നു. നമുക്ക് ഇവിടെ എല്ലാം അപ്പുറത്തല്ലേ 25 സ്ക്രാപ്പ്. ഓക്കെ, ഞാൻ ഇത് ഉണ്ടാക്കാനിട്ടുണ്ട്. ഇവിടെ സ്വിമാൻഡർ അങ്ങനെയാണ് പേര്. ഓക്കെ, ഇനി നമുക്ക് മരമല്ല അല്ലേ, നമുക്കിത് പാലത്തിലത്ത് പോക്കറ്റ് കയറ്. അവിടെ ഞങ്ങൾ കാണാത്തൊരു ഏരിയ ഉണ്ട്. അവിടെ ചെല്ലണമെങ്കിൽ ചെറിയൊരു HP പറയും, അത് നിങ്ങൾ മൈൻഡാക്കണം, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെ ടിങ്കളും മ്യൂക്കിനൊക്കെ ഉണ്ടാവും, അതൊന്നും മൈൻഡാക്കാൻ നമ്മൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോവുക. ഇവിടെ ഉള്ള വരെയും നമുക്കാണെങ്കിൽ വെട്ടാം. കൊറാപ്പിള ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇവിടെ അയ്യോ ഇവിടെ ഫുൾ കൊറാപ്പിളയാടാ. അയ്യോ നമുക്കില്ലേ, അയ്യോ ടിങ്കിള് ഞാൻ ഹീലിംഗ് ഹെർബ് എടുക്കാൻ വന്നു. അയ്യോ അമ്മക്കിനെ ഒക്കെ എന്തിനാടാ കിട്ടി. ഇവിടെയാണ് ഈ ഫുൾ ആൾക്കാർ. ഇതുവഴി ഇങ്ങനെ പോവാം. കൊറാപ്പിള നേരത്തെ അടിച്ചെന്നെ കൊടുക്കും. ഇപ്പം ചാവും ചാത്തന്മാരെ. ക്ലിപ്പഫിന് ടിങ്കിളിന് കുറപ്പില്ല, അവർ പറന്ന് കൂടെ അറ്റാക്കാടെ പറന്നൊന്നും ഒരു കുഴപ്പം. മുന്നിലെ കൊറാപ്പിള പൊട്ടനുണ്ട്. ക്ലിപ്പഫ് അപ്പുറ സൈഡ് ടിങ്കിള് ആയത്ത്. നമ്മുടെ റിവൈവ് കേസ് കുഴപ്പമില്ല, റിവൈവ് അടിച്ചാലാണെങ്കിലും വരാലോ. ലോഡിയാണ് ഏറ്റവും സമയം. എനിക്കൊരു ഡൗട്ട് ഉണ്ടോ, ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ സമയം കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണ്ടി ടെലിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 10 ഇതല്ലേ വേണ്ടേ, 10 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ നമുക്ക് പോകാം. ഇങ്ങോട്ട് പോകണമെങ്കിൽ 5 ഇപ്പോൾ ടെലിപ്പോർട്ട് യൂസ് ചെയ്യും. അവിടെ ചെന്ന് നമ്മൾ ടെലിപ്പോർട്ട് അൺലോക്ക് ചെയ്യണം. സ്റ്റോൺ സ്ട്രോമേപ്പറച്ച് പ്ലേറ്റ് ആവുമല്ലോ. നമ്മളിപ്പോഴും ഓളാ എടാ, നമ്മൾ 9 ഇപ്പോൾ 10 ആവൂടാ, 9 തുഞ്ചത്താടാ.
നമുക്കിത് ഉണ്ടാക്കാനുള്ള കിട്ടിയോ നോക്കട്ടെ. 25 കിട്ടി. കേക്ക്സ് ഉണ്ടാക്കാം. അവിടെ സിമേണ്ട നീമാണ്. ഇത് ഓക്കെ. ബോ ഞാൻ ഉണ്ടാക്കാനിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് എന്തൊക്കെയാ വേണ്ടേ? 5 വുഡൻ പ്ലാങ്ക്. ക്ലോത്ത് എത്ര വേണം? 8, 9, 10, 11, 12, 13, 14, 15. 8 എണ്ണം സ്റ്റോണർ. ക്രോസ് ബോ ഉണ്ടാക്കിയിട്ട് ക്രോസ് ബോ അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ ആക്സ് എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് പിക്കാക്സ് എടുത്ത് ഇവിടെ ഇരിക്കട്ടെ. ഇതെടുത്ത് കളയാം. ഇതിങ്ങോട്ട്. പിന്നെ നമ്മുടെ ഫീഡർ ഇവിടെ. ഫീഡർ ഗേറ്റ് ആഡ് ചെയ്യാം. ഓക്കെ. ക്ലോത്ത് മുഴുവൻ ബ്ലാങ്കില്ലേ? ബ്ലാങ്കിൽ നമുക്ക് 1, 2 രണ്ടാണ്ടാക്കാം. അതോ ക്ലിപ്പ് ഓഫ് ഒറ്റയ്ക്ക് ഉണ്ടായിക്കോളൂ. നമ്മളിവിടെ ഒരെണ്ണം ഉണ്ടാക്കിയിരുന്ന അവനിങ്ങോട്ട് ഇവിടെ നമുക്ക് ക്ലോത്ത് ഒരെണ്ണം ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അച്ഛന് പൊടി ഉണ്ടാക്കും. കണ്ടോ? തന്നെയാണ് ഈ പൊട്ടൻ്റെ ക്ലോത്ത് നാച്ചുണ്ടാക്കുക. ക്ലോത്ത് നമുക്ക് ഒരെണ്ണം ഉണ്ടാകാറില്ല. ഇനി 7 ക്ലോത്താണ്. ക്ലോത്തിന് നമുക്ക് വെറും ഫൈബർ മാത്രം മതി. വുഡൻ പ്ലാങ്കിന് വരും വുഡ് മാത്രം മതി. അമ്മയ്ക്കിനെ നീമൊന്നും കൂടി എടുക്കണവേ. മറ്റേതോടാ എക്യുപ്മെൻറ്റ് ബെഞ്ച് അപ്ഗ്രേഡ് പോയിട്ട് പുട്ടോ. ഒരു സ്റ്റോൺ അവിടെ നല്ലോണം കിട്ടുക. അതും ഇവിടെ തന്നെ. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളങ്ങോട്ട് തന്നെയല്ല പോണേ. ഇതെടുത്തിട്ട് ഓക്കെ നമുക്ക് മറ്റവരെ പിടിക്കാൻ തന്നെ പോവാം. എൻ്റെ അടുത്ത് കുറേ പാൽസ് ഉണ്ട്. അവൻ്റെ അടുത്ത് 2 എംബർ ഫുഫ്. അപ്പം തന്നെ നമുക്ക് അവരും പിടിക്കുകയാണെങ്കിൽ 6 പോയി 5 പോയി 4 3. അതുകൊണ്ട് അവനെ പിടിച്ച് നോക്കി 2 ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ മറ്റേ പാഴുടെയും ഫ്രാഗ്മെൻറ്റ് എവിടെയും അങ്ങനെ ഞാനെടുക്കുക. ഇവിടെ ഫുൾ ലവന്മാര. ഇവൻ പോയി അടിച്ചിട്ട് എനിക്ക് കേസ് ഉണ്ടാക്കേണ്ട.
ഓടുക്കോ 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 ചാത്തന്മാരെ കണ്ട മഴ ഓടുക്കോ ചാത്തന്മാരെ കണ്ട മഴ ഓടിക്കോ ഓടാം മാക്രി അവനോട് ഇട്ടിട്ട് ഓടുക്കോ ചത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി നീ കയറും ആയി കയറി ചെന്ന സ്റ്റോണിന് യെസ് ലെവൽ 10 ആയി ക്രാഫ്റ്റ് ഫ്രൂട്ട്സ് കഴിഞ്ഞിട്ടില്ല ഇതിപ്പോൾ എവിടെ എല്ലായിടത്തും നോക്കിയാലും സ്റ്റോൺ തന്നെയാണല്ലോ ഇവിടെ ബഫ്ലഫൊക്കെ ഇതിൻ്റെ മുകളിലല്ലേ ഓ ബിവാർലഫ് അതിന് മുകളിലാണ് എൻ്റെ അടുത്ത് എംബർ ഫ്ലഫ് ഉണ്ടാ നമ്മളെന്താ ചെയ്യുക കുറച്ച് ചാടാനും പറ്റില്ലേ ഇവനെ ഇറക്കി വിട്ടിട്ട് ഭ്രാന്തൻ എംബർ ഫ്ലഫ് മാപ്പുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല ദേ എൻ്റെ സ്ഥലങ്ങളുണ്ട് നോക്കിക്കുക കാലമാണ് അവനോട് നോട്ടെ അവിടെ 2 ബീവല്ലോ നോക്കി അങ്ങോട്ട് വേണ്ട 2 ബീവറിലുണ്ട് ഇതെന്ന് സ്റ്റോണാക്കി ഞാൻ വിചാരിച്ചു മറ്റേ സാധനം അന്ന് റൂട്ട് മാറിയോ നമ്മൾ ഇതിൽ കൂടെ പോവുക അല്ല ഇത് നമ്മൾ കണ്ടിട്ട് എംബർ ഫ്ലഫിനൊക്കെ ഇപ്പോൾ കണ്ട സ്ഥലമല്ലേ അവിടെ ഉയ്യോ അവൻ താഴെ കൂടിയെല്ലാം ഇറങ്ങിയെന്നറാ ഞാൻ എംബർ ഫ്ലഫ് പോടാ നമുക്കിത് കൂടെ ഇങ്ങനെ ഒന്നൂടെ അവനതാ താഴെ എംബർ ഫ്ലഫ് കൊടുക്കോ ഈ പ്രാന്തന് ഇതിവിടെ അന്ന് നിൽക്കലല്ലാതെ വേറെ പണിയൊന്നുമില്ല തട തല എനിക്ക് മറ്റവനെ മതി റയറ് സാധനടാ വെച്ചാലോ അവനെ കൊള്ളുള്ളൂ കൊണ്ട് 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 അമ്മിനെ അറ്റാക്കി അമ്മിനെ പ്രാന്ത പോയി അറ്റാക്കിയടാ അയ്യോ എംബർ ഫ്ലഫ് മറ്റേനെ അങ്ങോട്ട് പോയേ ഇവിടെ നിൽക്കണ എംബർ ഫ്ലഫ് നമുക്ക് താഴെ പോയി തപ്പി അങ്ങോട്ട് കൊണ്ടുപോയി മറ്റേ ഭ്രാന്തൻ അങ്ങോട്ട് പോയി ഓ അവനത് ഇവിടെ നിൽക്ക എംബർ ഫ്ലഫ് എന്ത് ഇവൻ്റെ മ്യൂക്കിന് എനിക്ക് അത്രയ്ക്ക് പേടിക്കുന്നു ശിവന് വെച്ചാൽ ഓട്ടടാ മ്യൂക്കിന് ഇപ്പുറത്ത് മറ്റേ ചങ്ങായി ഇവ റെയറായതുകൊണ്ടാന്ന് തോന്നുന്നുള്ളൂ ഇത്രയും കാർഡ്സൊക്കെ ഉള്ളത് സ്ഥലത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് ഞാൻ ഇറക്കുന്നു അവനെ നോക്കുന്നു ഒരെണ്ണം പൊട്ടിക്കുന്നു അങ്ങ് ഓടുന്നു ഓടി വാടാ പൊന്നാര മോനെ ഇനി പോകുന്നില്ല നമ്മളിപ്പം എടാ നീ മുന്നിൽ നിൽക്കടാ നീ എടാ പൊട്ട അമിക്കിൻ
കിരനെ റിട്ടേൺ ചെയ്തോ. ഓ വരണം. നെറ്റിന് നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് സമയം ഉണ്ടല്ലോ. ഈ ഹീലിംഗ് ആർപ്പ് അടിച്ചു. ഹീലർപ്പ് എൻ്റെ ഹെൽത്ത് ഫുള്ളാവണായിരുന്നു. അത്യാവശ്യം അടിച്ചു. എംബർ ഫുഫല്ല, അത് മറ്റാനോട്ടോ. ഞാൻ ഹെൽത്ത് കുറച്ച് വെച്ചേക്കണേ. എസ് കിട്ടി, നമുക്കിത് കിട്ടി. വെയിറ്റ് റെക്കോർഡ് ചെയ്യല്ലേ? ഞാൻ നോക്കട്ടെ ഇതിൽ. ഓർഡർ 28, അതായത് ഇവൻ്റെ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ട് 29. ഇവനെ പിടിച്ചു. കുഴപ്പമില്ല, നമുക്ക് അവനെ അറ്റാക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കാം. നമുക്ക് ഹെൽത്ത് തീരല്ലടാ. താത്താണോ ഇഞ്ചറി? ഹൈറ്റൊന്നുമില്ല, നമ്മളെ വിചാരിച്ച പോലെ കാണാനൊന്നും അത്ര. ഇതേപോലെ ഒരുത്തനും കൂടി ഉണ്ട് അവിടെ. ഇനി നമുക്ക് നമ്മളുടേതായ പണികൾ ചെയ്യാൻ കൂടെ ഫുൾ നമുക്കിനി ഇവിടെ നിന്ന് പോവല്ലേ. ഓനോ ഗൈസ്, ടിങ്കിൾ പ്രാന്തൻ വരുന്നുണ്ട് ഗൈസ്. ഞാൻ പാവാണ്, എന്നെ ഒന്നും ചെയ്യല്ലേ. അമ്മക്കിനെ അവനെ കൊല്ലടാ. ഭ്രാന്ത ഓടിവാടാ. ഞാൻ ഇനി ഇവന്മാരൊരു ഓറും കൂടി ഉള്ളു. ഓടിക്കോ ചാത്തന്മാരെ. അയ്യോ, ഞാനെങ്ങനെയോ ഓടെത്തി. ഇനി നമുക്ക് ആടാ ഓന്നോ നമുക്കിത് ചെറിയ പരിപാടിയുള്ളൂ. പക്ഷെ ഞാൻ ആദ്യം നമുക്ക് നമ്മുടെ എക്യുപ്മെൻറ്റ് ബെഞ്ച് ഇവിടെ വന്നിട്ട് പിന്നീട് നമുക്ക് ഇതും കിട്ടി, സ്റ്റോണ്. ഇനി ക്ലോത്തിന് നമുക്ക് കുറച്ച് മരം വെട്ടാൻ പോകണം. പിന്നെ കുറച്ച് ഫൈബറും വേണം. അവിടെ സെറ്റ് കഴിഞ്ഞാൽ ഒരു ഇതും കൂടി കംപ്ലീറ്റ് ആവും. പിന്നെ സ്യൂട്ട് ഉണ്ടാക്കാൻ നമുക്ക് ക്ലോത്ത് മതി. നമുക്ക് ഫൈബർ കുറേ വേണം. ഇതിന് മെറ്റൽ സ്ക്രാപ്പ് മതി. ഇതിന് ആ സംഭവങ്ങളൊക്കെ തന്നെ മതി. മെറ്റൽ സ്ക്രാപ്പ് മതി. ഓക്കെ മതി. റെഡ് ഫ്ലാഗ് നമുക്ക് ഇനിയിപ്പോൾ എത്ര ഉണ്ടാക്കാൻ പറ്റും? ഒരെണ്ണുണ്ടാക്കാൻ പറ്റും. അതുണ്ടാക്കാം. നിങ്ങളത് പണിയെടുക്കൂലേ? ഞാൻ രണ്ടെണ്ണം പോലൂല്ലേ? ഇവിടെ നമുക്ക് ക്ലോത്ത് ഉണ്ടാക്കാൻ പറ്റൂല. സിമാൻഡ്ര കുട്ടാവ ഡാമൊക്കെ പോയി പണിയെടുക്കാം. നമുക്കിതിൽ പുതിയ എന്തൊക്കെയോ വന്നു. മെറ്റൽ സ്റ്റോറേജ് ആൻഡ് എക്യുപ്മെൻറ്റ് സ്റ്റോറേജ്. ഈ സാധനം നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഉണ്ടാക്കാം, ഈ സാധനം നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ നമുക്കതങ്ങനെ ചുമ്മാ ഉണ്ടാക്കാതെ ഒരു പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ബ്രദറിനെ കിട്ടാൻ വേണ്ടി. പെട്ടെന്ന് രാത്രി ആവില്ല. സൈഡ് കാണിക്കണം. ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം. അടുത്തൊന്നാൽ തന്നെ ഇങ്ങനെ കാണിക്കാം. ഇതോടെ വെച്ചിട്ട് ഈ 3 കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 5 വേണമല്ലേ?
എൻ്റെ ആകെ ഈ ക്യൂബ് 5 മാത്രമാണ് ഇങ്ങനെ ഓടെ ഇതിന് കാണിക്കണ്ട് അടുക്കത്തേന് മാത്രം അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല ആക്ച്വലി ഇതിനുള്ളിൽ ഇതും ഞാൻ സുരക്ഷിതമാക്കി എടുത്തു വെച്ചു. അപ്പോൾ അതും കാണിക്കേണ്ട ഓടാ. അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള ഗൈസ് എല്ലാവർക്കും ബാക്കി നമുക്ക് ഫൈബറും മരവും ഒന്നെങ്കിൽ ഓഫ്ലൈനിൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ നോക്കാം. ഒരു ചാൻസ് ഓഫ്ലൈനിൽ ചെയ്യാനാണ് ഗൈസ്. എല്ലാവർക്കും ബൈ ബൈ.